പേർലി മണി വ്യക്തിപരമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇഷ്ടപ്പെടുന്നത്, ഏത് രാഷ്ട്രീയമാണ് ഫോളോ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഡൽഹിയിലുണ്ടായ പാറ്റകളുടെ പ്രതിഷേധത്തിൽ ശക്തമായി പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ പോയി പേളിയെ ചൊറിയുന്നുണ്ടായിരുന്നു. അതിനൊക്കെ പേളി നല്ല മറുപടി കൊടുക്കുകയും ചെയ്തു. ഇത് ചിലരെ പ്രകോപിപ്പിച്ചു. അതായത് പേളി മണി പാറ്റകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് അവരുടെ പ്രശ്നം. നാട്ടിലെ എല്ലാവരും പാറ്റകളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില സോ കോൾഡ് സെലിബ്രിറ്റികൾ പേടിച്ച് വാണം വിട്ടതുപോലെ പോയിട്ട് ശരിക്കും പാറ്റകളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടു. പേളി മണി എന്ന് പറയുന്ന ഒരു വ്യക്തി അവരിന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ക്രിയേറ്ററാണ്, ഒരു ആക്ട്രസ് ഒക്കെയാണ്, അതുപോലെ തന്നെ ഒരു അവതാരകയാണ്. അവർ ഈ പൊസിഷനിലെത്തിയത് ആരുടെയൊക്കെയോ മറ്റേ ഔദാര്യം കൊണ്ടാണ് എന്ന് കരുതുന്ന ആളുകൾ പേളി മണിയെ ചീത്ത വിളിച്ച് നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. പേളി മണി സ്വന്തം കഴിവുകൊണ്ട് അവർ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തം കഴിവിലെത്തിയതാണ്. ആരും പിടിച്ച് അവരെ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് കൊണ്ടുപോയതൊന്നുമല്ല. ഓരോരുത്തരും അങ്ങനെയാണ്, സ്വന്തം കഴിവിലാണ് എത്തിയത്. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ആരും മറ്റുള്ളവരുടെ ഭീഷണികളെ ഭയപ്പെടില്ല. ഇവിടെ പേളി മണിക്ക് ഇഷ്ടമുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ലേ? ഡൽഹിയിൽ ഒരു കലാപം ഉണ്ടാക്കാൻ കുറെ ആളുകൾ ശ്രമിക്കുമ്പോൾ പേളി മണി വന്ന് അതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് ആർക്കാണ് ഇത്ര വാശിയുള്ളത്, നിർബന്ധമുള്ളത്? പേളി മണിക്ക് ഇഷ്ടമുള്ളതുപോലെ തീരുമാനിക്കാം. ഇവിടെ കുറെ ആളുകൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നില്ലേ? അതുപോലെ തന്നെ ആ സമരത്തിന്റെ പിന്നിലെ ഉള്ളുകളികളെ കുറിച്ച് അറിയാവുന്നവർ അതിനെ എതിർക്കും, ചിലരും മിണ്ടാതിരിക്കും, എന്തിനു വയ്യാവേലി എടുത്ത് തലയിൽ വെക്കുന്നതെന്ന് കരുതിയിട്ട്. പിന്നെ ഇവിടെ കുറെ ആളുകൾ പറയുന്നു കേട്ടു, ഇത് വിദ്യാർത്ഥി സമരമാണ്, വിദ്യാർത്ഥികൾ വലിയ സംഭവമാണ് എന്നൊക്കെ. ഇത് ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? ആരാണ് വിദ്യാർത്ഥി? ഈ നാട്ടിൽ അങ്ങനെ സ്ഥിരമായ ഒരു വിദ്യാർത്ഥി ഉണ്ടോ? അതായത് ഒരു മനുഷ്യൻ ജനിച്ച് സ്കൂൾ തലം തൊട്ട് സ്കൂൾ വിദ്യാർത്ഥിയാവും, പിന്നെ അത് കഴിഞ്ഞ് കോളേജിൽ പോയി വിദ്യാർത്ഥിയാവും, അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പഠിക്കാൻ പോയാൽ അത് പഠിക്കും. അതെല്ലാം കഴിഞ്ഞ് അയാളുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ അയാൾ ജോലിക്ക് കയറാണ്. ഒരു 25 വയസ്സ് പരമാവധി, അല്ലെങ്കിൽ പോട്ടെ 30 വയസ്സ്, അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിക്ക് പോവില്ലേ? ആ ജോലിക്ക് പോകുന്ന ആളെ എന്തായാലും വിദ്യാർത്ഥി എന്ന് വിളിക്കാൻ പറ്റില്ല. ഇന്ന് അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ 4-5 വർഷം കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന കുടുംബസ്ഥരായിരിക്കും. ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ആ സമയത്ത് അവരാരെയും വിദ്യാർത്ഥികളെന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ ഒരു സാധനമൊന്നുമല്ല. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഘട്ടങ്ങളിൽ ഒന്ന് മാത്രമാണ് വിദ്യാലയത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പേളി മണിയും ഒരു കാലത്ത് വിദ്യാർത്ഥിയായിരുന്നു, ഞാനും വിദ്യാർത്ഥിയായിരുന്നു. ഒരു കാലത്ത് വിദ്യാർത്ഥിയായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാൻ തുടങ്ങും, അത് കഴിഞ്ഞ് വിവാഹം കഴിക്കും, പിന്നെ കുട്ടികൾ ഉണ്ടാവും, പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ആവും, പിന്നെ അപ്പൂപ്പനാവും അമ്മുമ്മയാവും. ഇങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിത കാലയളവ്. ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേ അവകാശങ്ങളേ ഉള്ളൂ. കർഷകന് 4 കൊമ്പ് കൂടുതലുമില്ല, വിദ്യാർത്ഥിക്ക് 6 കൊമ്പ് കൂടുതലുമില്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ഈക്വലാണ്. ഇവിടെ എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരും വിദ്യാർത്ഥിയായിട്ട് ജീവിക്കുന്നവരും തൊഴിലില്ലാതെ ജീവിക്കുന്നവർക്കുമെല്ലാം നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരേ അവകാശങ്ങളേ ഉള്ളൂ. പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല എന്ന് അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഈ വിദ്യാർത്ഥി സെന്റിമെന്റ്സ്, കർഷകർ സെന്റിമെന്റ്സ് ഒക്കെ ഇറക്കുമ്പോൾ വളരെയധികം ആലോചിക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടണ്ടേ? പരിഹരിക്കപ്പെടണം. ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടണ്ടേ? പരിഹരിക്കപ്പെടണം. നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടണ്ടേ? PSC റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണ്ടേ? പെടണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വലുത് ഒന്ന് ചെറുതെന്നൊന്നുമില്ല. ഇതെല്ലാം പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ചോദ്യപേപ്പർ ചോർച്ച ഒരു പ്രശ്നമല്ലേ? ആണ്. അത് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്, ഗൗരവമുള്ള ഒരു വിഷയമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ പരിഹരിക്കാനായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഡൽഹിയിൽ പോയിട്ട് സമരം ചെയ്യുന്നു, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നു. അതിന് ഈ നാട്ടിലുള്ള എല്ലാവരും പിന്തുണയ്ക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇനി ആരെങ്കിലും അഭിപ്രായം പറഞ്ഞില്ല എങ്കിൽ ഉടനെ അവരെ പിടിച്ചങ്ങ് മൂക്കിൽ കയറ്റോ? ഇത് കൊള്ളാലോ. ഇത് എന്നിട്ട് ജനാധിപത്യത്തെ കുറിച്ച് തൊണ്ട കീറി അങ്ങനെ അലറി വിളിക്കണം. ഭയങ്കര ജനാധിപത്യമാണ്. ഡൽഹിയിൽ നിന്നുകൊണ്ട് ആസാദി വേണം, ജനാധിപത്യം വേണം, കോക്കനട്ട് വേണം, ജാക്ക് ഫ്രൂട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ചിട്ട് നിങ്ങൾ എന്താ പ്രതികരിക്കാത്തെന്ന് ചോദിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യന്മാരുടെ പുറകെ പോവാണ്. നിങ്ങൾക്ക് പ്രതികരിച്ചൂടെ? നിങ്ങൾ ഇവിടെ ഒന്നും ഇല്ലേ? ആ ആള് പ്രതികരിച്ചല്ലോ, നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞു പോയാലോ ഉടനെ പിടിച്ച് അവരെ അങ്ങ് ഒന്നുകിൽ സംഖ്യയായിട്ട് മുദ്രകുത്തും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മുദ്രകുത്തും, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധയാണെന്ന് പറയും. ഇനി ഏതെങ്കിലും ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരുടെ യഥാർത്ഥ മുഖം പുറത്തായിരിക്കുന്നു. ഇത്രയും കാലം ആളുകളെ പറ്റിക്കായിരുന്നു. എന്തിന്? പേളി മണി എന്തെങ്കിലും പ്രോഗ്രാംസ് നടത്തി അവർ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇടോ, അത് അവരുടെ കഴിവ്. അവരും പാറ്റയാണ്, പല്ലിയാണ്, പഴുതാരയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പോയി സമരം കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച് അവിടെ കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കുകയുള്ളൂ. ആ സമയത്ത് രാപകലില്ലാതെ അവരുടെ ടാലന്റ് കൊണ്ട് അവർ വർക്ക് ചെയ്തു, അവർ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി. അത് പേളി എന്നല്ല, ആരാണെങ്കിലും.
ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ മാന്യമായി പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. അപ്പൊ ആരെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ മെജോറിറ്റിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ അവരെ ചാപ്പയടിക്കുന്ന പരിപാടിയൊന്നും ശരിയല്ല. ഇത് കേരളമാണ്, ഇവിടെ ഞങ്ങൾ പറയുന്നതേ നടക്കൂ എന്ന് പറയുന്ന ധാർഷ്ട്യം ജനാധിപത്യത്തിന് യോജിച്ചതാണോ എന്ന് കരുതുക. പേളി ഒരു പ്രതികരണമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട നിറം സഫ്രോൺ ആണെന്ന് പറഞ്ഞിട്ട് ചൊറിയാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം സഫ്രോൺ ആണ്, ഇന്ത്യൻ പതാകയിൽ ഞാൻ ഏറ്റവും അധികം ലവ് ചെയ്യുന്നത് സഫ്രോണിനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേളി ഒരു മറുപടി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കൂട്ടം ആളുകൾ അങ്ങ് തീരുമാനിക്കുകയാണ് എങ്ങനെ പ്രതികരിക്കണം. ഇപ്പോ ഈ ഒരു കലാപ രൂക്ഷിതമായ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ എല്ലാവരും അതിനെ അങ്ങ് പിന്തുണയ്ക്കണം. എന്നിട്ട് ആ മോഡിനെ ഒന്ന് പിടിച്ചിറക്കി താഴെ കൊടുത്താൽ നമുക്ക് പെരുത്ത് സന്തോഷമായി എന്ന് പറയുന്ന പോലെയാണ്. ആരും അതിനെ എതിർക്കാൻ പാടില്ല. പക്ഷെ ഇതിലെ കോമഡി ഇവരൊക്കെ പറയുന്നത് ഇവർ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് രാവിലെ തൊട്ട് രാത്രി വരെ തൊണ്ട കയറി വിളിക്കുന്നതെന്നാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും തുല്യത ഉണ്ടാവേണ്ട ഒരു സിസ്റ്റമാണ്. എല്ലാവരുടെ അഭിപ്രായങ്ങളും അവിടെ പരിഗണിക്കപ്പെടണം. ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ആ ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് താഴെ ഇറക്കാനുള്ള ഒരു വളഞ്ഞ വഴിയിലൂടെ പരിശ്രമിക്കുന്നവർ തന്നെയാണ് ജനാധിപത്യത്തിന്റെ വീരഗാഥകൾ പറയുന്നത് എന്നതാണ് ഇതിലെ മറ്റൊരു വൈരുദ്ധ്യം. എന്തായാലും പേളി മണി നട്ടലുള്ള ഒരു വനിതയാണ് എന്ന് തെളിയിച്ചു. കാരണം ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ക്രിയേറ്ററാണ്. പ്രത്യേകിച്ച് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വളരെ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അവർക്ക് ശരിയെന്ന് തോന്നിയ അഭിപ്രായം പറയാൻ അവരാരെയും ഭയന്നില്ല. അവർ ശക്തമായ അഭിപ്രായം പറഞ്ഞു. അതിൻ്റെ പേരിൽ അവർ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. എന്നിട്ടും അവർ ധീരമായിട്ട് അവരുടെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, അവർ ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരിക്കാം, ഒരു കോൺഗ്രസ് അനുഭാവിയായിരിക്കാം. അവരുടെ രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല, അതറിയേണ്ട ആവശ്യവുമില്ല. മറിച്ച് ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന കലാപ സമാനമായ സമരത്തെ അവരെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ട് നിന്നില്ല എന്നതുകൊണ്ടോ ഈ സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തി സൈബർ ആക്രമണം നടത്തുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ആ കാര്യത്തിൽ സ്വന്തം നിലപാട് ഉറക്കെ പറഞ്ഞ പേളിമണിക്ക് ഐക്യദാർഢ്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.